ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, മംഗളവാർത്താക്കാലം 3-ാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ ജനനം മുതൽ ഊമനായിരുന്ന സക്കറിയ യോഹന്നാൻ എന്ന് കുട്ടിക്ക് പേര് നൽകണം എന്ന് എഴുതി കാണിച്ച നിമിഷം മുതൽ സംസാരിച്ചു തുടങ്ങി. അവിടെ കൂടിയിരുന്നവർ ഭയപ്പെട്ടു. യുവതിയായാലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. മരുഭൂമിയിൽ ഒട്ടകത്തോലും ധരിച്ച് നടന്ന ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി സ്നാപക യോഹന്നാന്റെ വാക്കുകൾ യഹൂദജനം തരം താഴ്ത്താതിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഊമനായിരുന്ന സക്കറിയായുടെ അധരം തുറക്കപ്പെട്ട സംഭവം. യോഹന്നാന്റെ ജനനത്തിന്റെ അറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ സക്കറിയായ്ക്ക് ഏതോ ദർശനമുണ്ടായതായി അവർ മനസ്സിലാക്കി. അതിന്റെ വാക്യപത്രമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ ഈ പ്രവൃത്തി സക്കറിയായുടെ മൂകതയും അവന്റെ സൗഖ്യവും യോഹന്നാൻ എന്ന ശിശുവിനെ ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് കാരണമായി. യോഹന്നാന്റെ പിൽക്കാല പ്രവർത്തനങ്ങൾക്ക് യഹൂദ ജനത്തിനിടയിൽ ഒരു ആധികാരികത നൽകുന്നതിനും ഇതൊരു കാരണമായതായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ യഥാർത്ഥത്തിൽ സക്കറിയായുടെ മൂകത അവന് വേണ്ടി മാത്രമാകാതെ മറ്റുള്ളവർക്കും വേണ്ടി കൂടിയുള്ളതായി. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലും അനുവദിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതുമാകാം. വേദനകളും സഹനങ്ങളും മാത്രമല്ല, സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതുമാണ് എന്ന വിശാലമായ ബോധ്യത്തിലേക്ക് വളർന്നുകൊണ്ട് ജീവിതത്തിന് പ്രത്യാശയുടെയും പങ്കുവെക്കലിന്റെയും ദിശാബോധം നൽകുവാൻ ഈ നോമ്പുകാലത്ത് ഉണ്ണീശോയോട് നമുക്ക് അപേക്ഷിക്കാം. നല്ല ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.